ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുട്ടികളുടെയും മുതിർന്നവരുടെയും വളർച്ച മുരടിച്ചു പോയ മുടി വളരാനുള്ള ഒരു എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. മോളുടെ തലയിൽ സ്ഥിരമായിട്ട് ഈ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. കറ്റാർവാഴ കൊണ്ടുണ്ടാക്കുന്ന ഈ എണ്ണ. ഇതിനായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് വീട്ടിലുള്ള കറ്റാർവാഴ ചെടികളാണത്. ഇതിൽ നിന്നാണ് ഞാൻ ഇലകളൊക്കെ എടുക്കാറുള്ളത്. മൂത്തത് നോക്കിയിട്ട് താഴെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ എടുത്ത് എണ്ണ കാച്ചാറാണ് പതിവ്. കറ്റാർവാഴയുടെ ഇലകൾ നമ്മൾ ഇങ്ങനെ എടുത്ത് അതിൻ്റെ ആ മഞ്ഞ നീര് കളഞ്ഞ ശേഷം അതിൻ്റെ രണ്ട് ഭാഗത്തെയും മുള്ള് കത്തി കൊണ്ട് കളഞ്ഞ ശേഷം ഇങ്ങനെ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഇങ്ങനെ ചുരണ്ടിയെടുക്കണം. ഈ കാണിക്കുന്നത് പോലെ ചെയ്താൽ ഒന്നുകൂടി എളുപ്പമാവും. ഇപ്പം നമുക്ക് കറ്റാർവാഴ ജെല്ല് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ തേങ്ങ ആട്ടിയതാണ് ഉപയോഗിക്കുന്നത്. മില്ലിൽ പോയി ആട്ടിക്കൊണ്ടുവന്നതാണ്. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മുടെ ശരീരത്തിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതിങ്ങനെ പതഞ്ഞ് വരും. അവസാനമാകുമ്പോഴേക്ക് ഇതിൻ്റെ പാതയൊക്കെ വറ്റിപ്പോകും, എണ്ണ മാത്രമാവും. ഇനി നമുക്ക് ഇതിലേക്ക് തുളസിയിലയാണ് ഇടേണ്ടത്. അതിൻ്റെ പൂവും തുളസിയിലയും തണ്ടും എല്ലാം ചേർത്താണ് ഇടേണ്ടത്. ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ആ ഇല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് അത് ഒന്നും കൂടി നന്നായിട്ട് വെന്തോളും. കൂടുതൽ കത്തിച്ചാൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ എണ്ണയുടെ മൂപ്പ് വ്യത്യാസപ്പെടും, മുടി കൊഴിയാനൊക്കെ കാരണമാവും കേട്ടോ. ഇലകൾ നമ്മൾ അവസാനമാണ് ഇടുന്നത്. ഇല വേവാൻ കൂടുതൽ സമയം വേണ്ടല്ലോ, അത് മൂത്ത് വന്നോളും. അതുകൊണ്ടാണ് അങ്ങനെ അവസാനം വേഗം ഇട്ട് അതിന് ശേഷം വേഗം ഓഫാക്കുന്നത്. നമ്മുടെ എണ്ണ തയ്യാറായി.